വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. SNDP യോഗം ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിരുന്ന VP ചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം SNDP യോഗം ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും വള്ളുവനാടിന്റെ സമുദായ സാമൂഹ്യ ജീവകാരുണ്യ പൊതുമേഖലകളിലെ വ്യക്തിത്വവുമായിരുന്ന അന്തരിച്ച VP ചന്ദ്രന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചാന്ദ്രനിലാവ് എന്ന പേരിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വാണിയംകുളം സഹ്യ റിജൻസിയിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഒരു താല്പര്യത്തിന് വേണ്ടിയല്ല, ദീർഘനാൾ കൊണ്ടു നടക്കാനും അദ്ദേഹത്തിന് നന്നായി കഴിയും. ഞാൻ പലപ്പോഴും കാണാൻ പോകുമ്പോഴും പലപ്പോഴും സംസാരിക്കുമ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളും സമൂഹത്തിലെ കാര്യങ്ങളും എല്ലാം പറയും. അത് SNDP യോഗത്തിൻ്റെയോ അല്ല അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഒരാൾ സഹായം ചോദിച്ചു ഒരാൾ ലോകത്ത് പറയുന്നത് ആരും കേട്ടിട്ടില്ല. അതുകൊണ്ട് ചന്ദ്രേട്ടൻ ഒരു ദാനധർമ്മം ഏറ്റവും നന്നായി ചെയ്തിരുന്നതാണ്. അങ്ങനെ ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ എല്ലാവരും അറിയണം ഒരാഗ്രഹവും ഇല്ലാത്ത. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ സുജീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് SNDP യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ, പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, BJP ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം KR ഗോപിനാഥ്, SN ട്രസ്റ്റ് പാലക്കാട് RDC കൺവീനർ AN അനുരാഗ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വളരെ സജീവമായി പൊതുരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാമുദായിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ നല്ല നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള ശേഷിയും കരുത്തും ആരോഗ്യവും ഒക്കെയുള്ള സമയത്താണ് ചന്ദ്രേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞത് എന്നത് ഏറെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ജാതി മത കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി വിഷയങ്ങളിൽ ഇടപെടാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാണിച്ച ആ ഔന്നത്യവും മാതൃകയും തുടർന്നുള്ളവർക്കും അത് കൈമുതലാക്കി മുന്നോട്ട് പോകാനാകട്ടെ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ദാനധർമ്മങ്ങൾ നൽകുന്നത് ഞാൻ 2 പേരെ ഇപ്പോഴും ഓർക്കുകയാണ്. ഒന്ന് ചന്ദ്രേട്ടനാണ്, ഒന്ന് ബാബു കോട്ടയിലെ അച്ഛൻ. കുട്ടികളെ എത്ര കൊടുത്താലും നിൽക്കാതെ കൊടുക്കുന്നത് ഒരു ഹരമായി കാണുകയും ആ കൊടുക്കുന്നത് കൊണ്ട് തനിക്കൊന്നും നഷ്ടപ്പെടില്ല, തനിക്കൊന്നും കുറവ് വരില്ല എന്ന് ചിന്തിക്കുന്ന വളരെ കുറഞ്ഞ മനുഷ്യരാണ് ഈ ലോകത്ത്. നമ്മളെ കഷ്ടപ്പാടും നമ്മളെ വേദനയും അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പലരും നമ്മൾ വന്ന വഴികൾ മറക്കാറ്. പക്ഷെ അതൊരിക്കലും മറക്കാതിരിക്കുകയും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് തന്നെ തന്റെ കയ്യിലുള്ളത് അത് നിറഞ്ഞു നിൽക്കുകയും എത്ര കൊടുത്താലും അത് അവസാനിക്കില്ല എന്ന ആ ഒരു മനസ്സ് ഉണ്ടാവുകയും ചെയ്യുക.